Hello, welcome back to my channel. Viewers, so ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് ക്രൈം ത്രില്ലർ നോവൽസ് ആണ് കേട്ടോ. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ജോണർ എന്ന് പറയുന്നത് ക്രൈം ഫിക്ഷൻ തന്നെയാണ്. എനിക്ക് ഒരുപാട് ഈ ഫാൻറ്റസിനേക്കാൾക്കും ഫാൻറ്റസി തന്നെയാണത്, പക്ഷേ കുറച്ചും കൂടി എനിക്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഈ മേർഡർ മിസ്റ്ററി, ക്രൈം, സൈക്കോ ത്രില്ലർ അങ്ങനത്തെ ജോണറുള്ള ബുക്സ് എന്നൊക്കെ പറയുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അങ്ങനത്തെ ബുക്ക് കാണുമ്പോഴേക്കും ഞാൻ മേടിച്ചുകൊണ്ട് പോരും വായിക്കാൻ വേണ്ടി. അതിൻ്റെ ഒറ്റ സെറ്റിങ്ങിൽ എൻ്റെ പരമാവധി ഞാൻ വായിച്ച് തീർക്കാനും നോക്കും കേട്ടോ. നല്ല ഇൻട്രസ്റ്റ് ഉള്ളൊരു ജോണറാണ് ക്രൈം ഫിക്ഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത്ര പെരുത്ത് ബുക്സാണ് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നേക്കുന്നത്, നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട്. സോ ഇത് മുഴുവനും ക്രൈം ഫിക്ഷൻ നോവൽസ് ആണ്. ഞാൻ വായിച്ചതിൽ വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ബുക്സിൻ്റെ കളക്ഷൻ. സോ ഇത് ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഏതൊക്കെയാണ് ബുക്സ് എന്നുള്ളത്. ഫസ്റ്റ് വൺ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ആദർശ് എസിൻ്റെ ഡാർക്ക് നെറ്റ്. വളരെ നല്ലൊരു പുസ്തകമാണ്. ഈ ഡാർക്ക് നെറ്റ്, ഡാർക്ക് വെബ് അങ്ങനത്തെ സംഭവം, ഇന്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ബെസ്റ്റ് റെക്കമെൻഡേഷൻ ആയിരിക്കും കേട്ടോ ഈ പുസ്തകം. DC ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തേക്കുന്നത്. 370 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ജയപ്രകാശ് പാനൂറിൻ്റെ കിഷ്കിന്ധിയുടെ മൗനം. ഈ ബുക്കും അതെ നല്ലൊരു പുസ്തകമാണ്. ഇത് കുറച്ചും കൂടി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു പുസ്തകമാണെന്ന് ഞാൻ പറയും. കാരണം വെച്ചാൽ കുറച്ചും കൂടി നമുക്ക് നോളജൊക്കെ തരുന്നൊരു കുറേ എലമെൻറ്റ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇതിൻ്റെ പബ്ലിഷേഴ്സും DC ബുക്സ് തന്നെയാണ്. 340 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ശിവൻ എടമനയുടെ ന്യൂറോ ഏരിയ. ഈ ഒരു പുസ്തകവും നല്ലൊരു പുസ്തകമാണ്. ഇതെന്ന് പറയുന്നത് 2020 DC ബുക്സിൻ്റെ ക്രൈം ഫിക്ഷൻ അവാർഡ് ലഭിച്ചൊരു പുസ്തകമാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നതും 340 തന്നെയാണ് കേട്ടോ. അടുത്തത് ശ്രീ പാർവതിയുടെ മാധവി. ഇത് നല്ലൊരു പുസ്തകമാണ്. ഇതിൻ്റെ പബ്ലിഷേഴ്സും DC ബുക്സ് തന്നെയാണ്. 250 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ലാജോ ജോസിൻ്റെ ഓറഞ്ച് തോട്ടത്തിലെ അതിഥി. ഇതും നല്ലൊരു പുസ്തകമാണ്. ഇതൊരു പുതിയ പരീക്ഷണം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ജോണർ ഞാനിപ്പോൾ പറയുന്നില്ല, ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല ഇതിനെക്കുറിച്ചിട്ട്. ഇത്തിരി നല്ലൊരു പുസ്തകമാണ്. ഇത് മേടിച്ച് വായിച്ച് നോക്കുക. ഞാനിത് ഹൈലി റെക്കമെൻഡ് ചെയ്യും കേട്ടോ. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 300 ആണ്. മാതൃഭൂമി ബുക്സ് ആണ് ഇത് പബ്ലിഷ് ചെയ്തേക്കുന്നത്. അടുത്തത് ലാജോ ജോസിൻ്റെ ഹൈഡ്രേഞ്ചിയ. ഇതും മാതൃഭൂമി ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തേക്കുന്നത്. 330 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നല്ലൊരു പുസ്തകമാണ് കേട്ടോ. അടുത്തത് ശ്രീ പാർവതിയുടെ പോയട്രി കില്ലർ. ഇതും നല്ലൊരു പുസ്തകമാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 160. DC ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തേക്കുന്നത്. ഇത് വേണ്ടവർക്ക് ഇത് മേടിച്ച് വായിച്ച് നോക്കാം. അടുത്തത് ബെന്യാമിൻ്റെ പുഴമീനുകളെ കൊല്ലുന്ന വിധം. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ബുക്ക്, പക്ഷേ എൻഡിങ് കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ചെറിയൊരു പുസ്തകമാണ്, ഒറ്റ സിറ്റിങ്ങിന് നമുക്ക് വായിക്കാൻ പറ്റും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 140 ആണ്. DC ബുക്സ് തന്നെയാണ് പബ്ലിഷേഴ്സ്. അടുത്തത് ഞാൻ റീസെൻ്റ് ആയിട്ട് മേടിച്ചൊരു പുസ്തകമാണ് റുത്തിൻ്റെ ലോകം. ലാജോ ജോസിൻ്റെ റുത്തിൻ്റെ ലോകം. ഇതും നല്ലൊരു പുസ്തകമാണ്. DC ബുക്സ് തന്നെയാണ് പബ്ലിഷ് ചെയ്തേക്കുന്നത്. 299 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതും വേണ്ടവർക്ക് ഇത് മേടിച്ച് വായിച്ച് നോക്കാം. അടുത്തത് ഒരു കോഫി ഹൗസിനെ ചുറ്റിപ്പറ്റി നടന്ന ഒരു മേർഡറിനെ സംബന്ധിച്ചുള്ളൊരു ബുക്കാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. കോഫി ഹൗസ്. ഇതും ലാജോ ജോസിൻ്റെ തന്നെയാണ്. 250 ആണ് റേറ്റ് വരുന്നത്. മാതൃഭൂമി ബുക്സ് ആണ് പബ്ലിഷേഴ്സ്. ഈ ലാജോ ജോസും ശ്രീ പാർവതി ഈ റൈറ്റേഴ്സൊക്കെ കൂടുതൽ ഇങ്ങനത്തെ മിസ്റ്ററി, ക്രൈം ത്രില്ലർ അങ്ങനത്തെ ജോണറുള്ള ബുക്സാണ് കേട്ടോ എഴുതുന്നത്. അവരുടെ ബുക്സ് കാണുകയാണെന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി മേടിച്ചോ, നല്ല പുസ്തകമായിരിക്കും. എനിക്ക് പേഴ്സണലി അവരുടെ ബുക്കുകൾ ഭയങ്കര ഇഷ്ടമാണ്. അടുത്തത് ശ്രീ പാർവതിയുടെ തന്നെ വയലറ്റ് പൂക്കളുടെ മരണം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 250 ആണ്. മാതൃഭൂമി ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തേക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഡോൾസ്. റിഹാൻ റാഷിദിൻ്റെ ഡോൾസ്. 250 ആണ് റേറ്റ് വരുന്നത്. ഇതും താല്പര്യമുള്ളവർക്ക് മേടിച്ച് നോക്കാം. DC ബുക്സ് തന്നെയാണ് പബ്ലിഷ് ചെയ്തേക്കുന്നത്. സോ ഇതാണ് എൻ്റെ ബുക്സിൻ്റെ റെക്കമെൻഡേഷൻ. അപ്പോൾ ഇത് താല്പര്യമുള്ളവർക്ക് ഇതൊക്കെ മേടിച്ച് വായിച്ച് നോക്കാം. ഞാൻ വായിച്ചതിൽ വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ബുക്സാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതെന്ന്. ഇനി വരയ്ക്കൽ കുറച്ചും കൂടിയും ക്രൈം ത്രില്ലർ നോവൽസ് ഇരിക്കുന്നുണ്ട്. അത് ഞാൻ പാർട്ട് 2 ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. സോ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് ഫോർ മോർ വീഡിയോസ് യു ക്യാൻ ജസ്റ്റ് കോമെൻറ്റ് ബിലോ. എന്ത് ജോണറുള്ള ബുക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് കോമെൻറ്റ് ബിലോ ഇൻ ദ കോമെൻറ്റ് ബോക്സ്. സോ ഞാൻ നിങ്ങൾക്ക് അങ്ങനത്തെ ഇൻട്രസ്റ്റ് ഉള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.